തിരുവനന്തപുരം പെരിങ്ങമല പഞ്ചായത്തിൽ സർക്കാർ കൊണ്ടുവന്ന ഖരമാലിന്യ പ്ലാന്റ് പദ്ധതിക്കെതിരെ മാസങ്ങളായി നാട്ടുകാർ സമരത്തിലാണ്. സ്ഥലം എംഎൽഎയും എംപിയും എല്ലാം ഇടതുപക്ഷമായിട്ടും സമരം അവസാനിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സിപിഐ ഉൾപ്പെടെ സമരത്തിനെ അനുകൂലിച്ചു നിൽക്കുമ്പോഴും സമരത്തിനെതിരെ സിപിഎം മുഖം തിരിക്കുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ വിധിയിൽ നിർണായകമാകും. 3 ജില്ലകളിലെ മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കാൻ ഒരു പ്ലാന്റ്. എന്നാൽ ഒരു ജനതയെ സമരമുഖത്തേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് ഇതിനു വേണ്ട സ്ഥലം കണ്ടെത്തിയത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ വിധിയെപ്പോലും മാറ്റിമറിക്കാൻ ഉതകും വിധമുള്ള ഒരു സമരമാണ് കുറച്ചു മാസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പെരിങ്ങമലയിൽ നിന്ന് പന്നിയോട്ടുകടവിലേക്കുള്ള യാത്രയിൽ ഓരോ വീടുകൾക്ക് മുന്നിലും കാണുന്ന ബോർഡാണിത്. യാത്ര ചെന്ന് അവസാനിക്കുന്നത് ഒരു സമരപ്പന്തലിന് മുന്നിലും. വിസ്തൃതിയിൽ കേരളത്തിലെ 1ാമത്തെ പഞ്ചായത്താണ് പെരിങ്ങമല. 65% വനഭൂമി, അതീവ പരിസ്ഥിതിലോല പ്രദേശം. അതീവ ജൈവ വൈവിധ്യ മേഖലയായി യുനെസ്കോ പൈതൃക പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗമാണ്. പന്നിയോട്ടുകടവിലെയും ഒരുപാറയിലെയും 105 ആദിവാസി കുടുംബങ്ങളെ കുടിയിറക്കിയിട്ട് വേണം വ്യവസായ വകുപ്പിന് ഇവിടെ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കേണ്ടത്. മാലിന്യ പ്ലാന്റ് നമ്മളെ ജീവൻ പോയാലും നമ്മൾ ഇതിനു വേണ്ടി പോരാടും. സമരസമിതിക്ക് രാഷ്ട്രീയമില്ല. പക്ഷേ സമരമിരിക്കുന്ന ഓരോ പൗരനും കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തിയിട്ടാകും 23-ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഇപ്പൊ നിലവിലുള്ള MP തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി. പക്ഷേ ഇന്ന് വരെയായിട്ട് ഈ സമരം തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായിട്ട് നിങ്ങളിവിടെ എന്തിനാണ് ഈ സമരം ചെയ്യുന്നതെന്ന് ചോദിക്കാൻ ഈ MPയോ അവർ അനുകൂലിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്കാരോ ഇന്ന് വരെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ക്യാമറ പേഴ്സൺ രാജേഷ് വടകരയ്ക്കൊപ്പം RB സനൂപ്, മീഡിയ 1, തിരുവനന്തപുരം.